നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ആത്മസാരവും സമൂഹ ജീവിതത്തിൽ അടിത്തറയായ ഉത്സവങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുമാണ്. ക്ഷേത്രത്തിലെ ഭരണസമിതി അംഗങ്ങൾ, താന്ത്രിക ക്രമങ്ങൾ, ആചാരങ്ങളുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ചും നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. അതിനു മുമ്പ് നിങ്ങൾ ഇഷ്ടദേവതയെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഉദ്ദിഷ്ട കാര്യങ്ങളിലുള്ള വിഘ്നം മാറാൻ നാമജപങ്ങൾ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. ദേവൻ്റെ മുമ്പിൽ നാം ആരാകണം? ആരെല്ലാം ക്ഷേത്ര ഭാരവാഹികളാകണം? ആരെല്ലാം ഉത്സവ ഭാരവാഹികളാകണം? ഉത്സവങ്ങൾക്ക് ലഭിക്കുന്ന ദൈവാനുഗ്രഹം എന്താണ്? ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. നിങ്ങൾ ഒരു ഈശ്വര വിശ്വാസിയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. ആദ്യമായി നമുക്ക് ക്ഷേത്രോത്സവങ്ങൾ എന്നതിനെക്കുറിച്ച് അല്പം മനസ്സിലാക്കാൻ ശ്രമിക്കാം. ക്ഷേത്രം ഒരു പ്രാർത്ഥനാ കേന്ദ്രം മാത്രമല്ല, സമൂഹത്തെ ഒന്നിപ്പിക്കുന്ന ഒരു ജീവനുള്ള ആചാര ശൃംഖലയാണ്. ഒരു ഉത്സവം നടക്കുമ്പോൾ അതിന് ദേവൻ്റെ ഉഷ്മാഭിഷേകമെന്ന് പല താന്ത്രിക ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട്. ദേവൻ്റെ സ്വഭാവം ഏറ്റവും ശക്തമായി പ്രസരിക്കുന്ന കാലം എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദേവൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തുന്നത്. ഗ്രാമത്തിനോ ദേശത്തിനോ ദൈവിക സംരക്ഷണം ലഭിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. പരിരക്ഷയും വർദ്ധിക്കുന്നതാണ്. ഉത്സവങ്ങൾ എങ്ങനെ നടത്തണം എന്നതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, ഒരു ക്ഷേത്രോത്സവത്തിനുള്ള 4 പ്രധാന ഘട്ടങ്ങൾ ഇനി പറയുന്നവയാണ്. ഒന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത് ആലോചനയും തീരുമാനവും നടപ്പാക്കുക എന്നുള്ളതാണ്. ഉത്സവത്തിൻ്റെ തീയതി ജ്യോതിഷപരമായി നിശ്ചയിക്കണം. താന്ത്രിക അവകാശമുള്ള തന്ത്രിയുമായോ കാര്യദർശിയുമായോ ആലോചിച്ച് യുക്തമായ ദിവസങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭക്തജന സേവയും ക്ഷേത്ര ഭാരവാഹികളുടെ സേവയും ഒരുമിച്ച് പറയുകയാണെങ്കിൽ, ദേവൻ്റെ സന്നിധിയിൽ വൃത്തിയോടെ, ശുദ്ധമായ മനസ്സോടെ, ശുദ്ധമായ പ്രവൃത്തികളിലൂടെ വേണം ക്ഷേത്ര ഉത്സവങ്ങൾ സംഘടിപ്പിക്കാൻ. എടുത്തു പറയേണ്ട ഒരു കാര്യം ഭക്തജനങ്ങളുടെ പങ്കാളിത്തം സംബന്ധിച്ചാണ്. ഭക്തർ പ്രധാനമായും ചെയ്യേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്: വാദ്യമേളങ്ങൾ സമർപ്പിക്കുക, കാഴ്ചകൾ സമർപ്പിക്കുക, നേർച്ചകൾ സമർപ്പിക്കുക, ഭക്തർക്ക് ഭക്ഷണം, പാനീയം എന്നിവ പോലുള്ള സാധനങ്ങൾ വിളമ്പി സമർപ്പിക്കുക, ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കുക എന്നിവയാണ് പ്രധാനം. അതുപോലെ തന്നെ അന്നദാനം ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ്. കഴിയുന്നവർ അന്നദാനങ്ങൾ ക്ഷേത്ര ഉത്സവകാലങ്ങളിൽ ചെയ്യുന്നത് ശ്രേഷ്ഠകരമാണ്. ഉത്സവ സമാപന ക്രമങ്ങൾ സംബന്ധിച്ച് പറയുമ്പോൾ ആറാട്ട്, ശാന്തികർമ്മങ്ങൾ എന്നിവ ദേവതയുടെ ശക്തി സമാധാന രൂപത്തിൽ തിരിച്ചെത്തിക്കുന്ന ചടങ്ങുകളിൽ പ്രധാനമാണ്. പങ്കുകൊള്ളുന്നതിലൂടെ ദേവതയുടെ സർവ്വ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഭക്തർക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. ഉത്സവത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ആചാരങ്ങളിലും താന്ത്രിക കാര്യങ്ങളിലും സാമൂഹിക സഹകരണത്തിൻ്റെ കാര്യത്തിലും സാമ്യത പുലർത്തേണ്ടതായിട്ടുണ്ട്. ഭരണസമിതികൾ എങ്ങനെയായിരിക്കണമെന്നതിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ, ഒരു ക്ഷേത്ര ഭരണസമിതി കാര്യനിർവാഹക സംഘം മാത്രമല്ല, ദേവൻ്റെ കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടവർ കൂടിയാണ്. ദേവതയും സമൂഹവും അവരെ എങ്ങനെ കാണുന്നു എന്നത് തന്നെയാണ് പ്രധാനം. ഭരണസമിതിക്ക് വേണ്ട ഗുണങ്ങൾ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, സത്യസന്ധത, ദേവനിഷ്ഠ, പക്ഷപാതരാഹിത്യം, വിവേകം, പടിപടിയായി ആചാരം പാലിക്കുന്ന മനോഭാവം എന്നിവ നിർബന്ധമായും ഭരണസമിതി അംഗങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സമിതികൾ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ താഴെ പറയുന്നവയാണ്. ഉത്സവ ചിലവുകൾ വ്യക്തമായി അവതരിപ്പിക്കണം. ദേവനിഷ്ഠയോടെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം. തന്ത്രിമാർ പറയുന്ന കാര്യങ്ങൾ ആദ്യം പരിഗണിക്കണം. പൊതുജനം പങ്കാളികളാകുന്ന രീതിയിൽ വേണം ഉത്സവം നടത്തേണ്ടത്. ആചാരങ്ങളിലും പണത്തിൻ്റെ കാര്യത്തിലും തെറ്റ് പറ്റാതിരിക്കാൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ്. ദേവൻ്റെ കാര്യങ്ങൾ സംബന്ധിച്ച് വീണ്ടും പറയുകയാണെങ്കിൽ, സാമൂഹിക സേവനം എന്ന നിലയിലാണ് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. വ്യക്തിപരമായ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും പ്രാധാന്യം കൊടുത്ത് നാം ദേവകാര്യങ്ങൾ ചെയ്യരുത്. ഉത്സവ ഭാരവാഹികളെ സംബന്ധിച്ച് പറയുമ്പോൾ, ഉത്സവ ഭാരവാഹികൾ ദേവൻ്റെ മുമ്പിൽ സേവകർ എന്ന നിലയിലാണ് പ്രവർത്തിക്കേണ്ടത്. അവർക്ക് വേണ്ട പ്രധാന ഗുണങ്ങൾ ഇവയൊക്കെയാണ്: ശുദ്ധമായ മനസ്സുണ്ടായിരിക്കണം, ധാർമ്മിക ബോധമുണ്ടായിരിക്കണം, വിനയമുണ്ടായിരിക്കണം, ദേവഭക്തി ഉണ്ടായിരിക്കണം,
ജനങ്ങളെ ഒരുമിപ്പിക്കാൻ കഴിവുള്ളവരായിരിക്കണം. ഇതൊക്കെ ഏറ്റവും പ്രധാനമായ കാര്യങ്ങൾ തന്നെയാണ്. ദേവത ഭാരവാഹികളെ എങ്ങനെ പരിഗണിക്കുന്നു എന്ന് ചോദിച്ചാൽ താന്ത്രിക ഗ്രന്ഥങ്ങൾ പറയുന്നത് ഇതാണ്: മനസ്സ് ശുദ്ധമാകുന്നവരുടെ സേവനമാണ് ദേവത സ്വീകരിക്കുക എന്നുള്ളതാണ് താന്ത്രിക കർമ്മങ്ങളിൽ പറയുന്ന പ്രധാന കാര്യം. ഭാരവാഹിത്വം ഒരിക്കലും ഒരു പദവിയല്ല, ദേവസഭയിൽ ചെയ്യുന്ന ഒരു യാഗമാണത്. ഇക്കാര്യവും നാം അറിഞ്ഞും മനസ്സിലാക്കിയും വേണം പ്രവർത്തിക്കാൻ. ഭാരവാഹികൾക്ക് ലഭിക്കുന്ന ദേവതയുടെ അനുഗ്രഹങ്ങൾ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് കുടുംബത്തിൽ ഐക്യം വർദ്ധിക്കും, സാമ്പത്തിക സ്ഥിരതയും വിജയവും ഉണ്ടാകും, സംഘർഷങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കും, മാനസിക സമാധാനം ലഭിക്കും, പ്രവൃത്തിയിലും വിപണി മേഖലയിലും പുരോഗതി ഉണ്ടാകും, കുടുംബാരോഗ്യത്തിൽ സംരക്ഷണം ലഭിക്കും. ഭാരവാഹിത്വം സംബന്ധിച്ച് പറയുമ്പോൾ ജന്മനിയോഗം എടുത്തു പറയേണ്ട ഒരു പ്രധാന കാര്യമാണ്. സേവയും പുണ്യവും ഒന്നായി ലഭിക്കുന്ന അപൂർവ അവസരമാണ് ഉത്സവങ്ങളുടെ ഭാരവാഹി സ്ഥാനം ഏറ്റെടുക്കുന്നത് എന്ന് സംബന്ധിച്ച് നാം മനസ്സിലാക്കണം. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ 3 തരം ഉത്സവങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. നിശ്ചിത വാർഷിക ഉത്സവങ്ങളാണ് ഒന്നാമത്തെ ഉത്സവം. മാറ്റമില്ലാതെ തുടരുന്ന പൂരം പോലെയുള്ള ഉത്സവങ്ങൾ ഇതിൽ പ്രധാനമാണ്. പ്രത്യേക ഉത്സവങ്ങളെന്ന് പറയുമ്പോൾ നവരാത്രി, മണ്ഡലകാലം, ശിവരാത്രി തുടങ്ങിയവ ഈ പ്രത്യേക ഉത്സവത്തിൻ്റെ പരിഗണനയിൽ വരുന്നവയാണ്. ശാന്തി ഉത്സവങ്ങളാണ് 3ാമത്തെ ഉത്സവം. കലശം പോലുള്ള കാര്യങ്ങൾ ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് നടത്തപ്പെടുന്നത്. പ്രത്യേകമായി ഓരോ ഉത്സവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ദേവതയുടെ പ്രത്യേകമായ ശക്തി, ഗ്രാമത്തിൻ്റെ സംരക്ഷണം, ജ്യോതിഷപരമായ യുക്തി എന്നിവ അടിസ്ഥാനമാക്കിയിട്ടുണ്ടായിരിക്കണം. ക്ഷേത്രത്തിൻ്റെ ആത്മാവ് താന്ത്രിക ക്രമമാണ്. തന്ത്രി ചെയ്യുന്ന പ്രധാന കാര്യങ്ങൾ ഇനി പറയുന്നവയാണ്: ദേവതയുടെ പ്രാണപ്രതിഷ്ഠ നടത്തണം, ഉത്സവത്തിന് അനുയോജ്യമായ ദിവസങ്ങൾ നിർണയിച്ചു കൊടുക്കണം, ഹോമങ്ങൾ, ശാന്തികർമ്മങ്ങൾ, ആറാട്ട് ക്രമങ്ങൾ എന്നിവ തന്ത്രി നിശ്ചയിക്കേണ്ട കാര്യങ്ങളാണ്. താന്ത്രിക ക്രമങ്ങൾ ഉത്സവത്തെ എന്തുകൊണ്ട് സ്വാധീനിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവതയുടെ ശക്തി ഏറ്റവും സ്വാഭാവികമായി പ്രവർത്തിക്കുന്നത് താന്ത്രികാചാരം ശരിയായി പരിപാലിക്കുമ്പോൾ മാത്രമാണ്. വാദ്യകലകളുടെ പ്രാധാന്യം സംബന്ധിച്ച് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ചെണ്ട, പഞ്ചവാദ്യം, നാഗസ്വരം, കൊമ്പ് ഇവയെല്ലാം ദേവതയുടെ ചൈതന്യത്തെ ഉണർത്തുന്ന ശക്തികളായി തന്ത്രശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. വാദ്യത്തിൻ്റെ ലയവും നാദവും ദേവതയുടെ പ്രത്യേക രൂപഭാവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. ദേവതയുടെ ഭാവക്രമവും പൂജാസമയവും ഒക്കെ പരിഗണിച്ചിട്ടാണ് വാദ്യകലാകാരന്മാർ വാദ്യം പ്രയോഗിക്കുന്നത്. ഭക്തിയിൽ ഊർജം നൽകുന്ന ഒരു പ്രക്രിയയാണ് വാദ്യമേളം. ഉത്സവത്തിലെ ദൈവികത വർദ്ധിക്കുന്നതും വാദ്യമേളത്തിലൂടെയാണ്. സമൂഹത്തെ ഒരുമിപ്പിക്കാൻ വാദ്യമേളങ്ങൾ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ജ്യോതിഷത്തിൽ ദേവതയുടെ ഉത്സവ ദിനങ്ങൾ നക്ഷത്രം, തിഥി, രാശി, സൂര്യൻ്റെ സ്ഥാനം, ചന്ദ്രക്കൂർ എന്നിവയെ നോക്കിയാണ് നിശ്ചയിക്കുന്നത്. ജ്യോതിഷ വിചാരം ശരിയായാൽ ദേവതയുടെ ശക്തി ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. ക്ഷേത്രോത്സവം ഒരാഘോഷം മാത്രമല്ല, അത് ആചാരം, വിശ്വാസം, തന്ത്രം, ജ്യോതിഷം, സംഗീതം, സമൂഹം, സംസ്കാരം എന്നിവ ഒത്തുചേരുന്ന ഒരു മഹായാഗമാണ്. ദേവനെയും ദേവിയെയും ശരിയായ ആചാരക്രമത്തിലൂടെ ആരാധിക്കുമ്പോൾ അനുഗ്രഹം വ്യക്തിക്കും സമൂഹത്തിനും ഒരുപോലെ കിട്ടും. നന്ദി, നമസ്കാരം.